السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ദീനിന്റെ ഇൽമ് പഠിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കബൂലാക്കി. അൽഹംദുലില്ലാഹ്, ശരിയ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കിതാബ് സെക്ഷനിൽ നമ്മളെ മക്കള് അഡ്മിഷൻ എടുത്തു. അവരെ താലീമും പഠനങ്ങളൊക്കെ തുടങ്ങി. ഇത് ആദ്യത്തെ ലീവിന്റെ തുടക്കമാണ്. അവര് മുമ്പിൽ ഇനും ഏകദേശം 6.25 വർഷങ്ങൾ ബാക്കിയുണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളെയും ഏറ്റവും ഖൈറായ രീതിയിൽ ഇത് പഠിക്കാനും പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നല്ല മക്കളാണ്. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തവർ ഇപ്പൊ ഉള്ളവർ 48 പേരാണ്. 3 ഡിവിഷനുണ്ട്, എ, ബി, സി. മാഷാ അല്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഉസ്താദന്മാർ കൂടിയിട്ട് കുട്ടികളിൽ നിന്ന് മദ്രസയുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കണമെന്ന് മഷൂറയിൽ ആലോചിച്ചു. അതനുസരിച്ചിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഈസാ ഉസ്താദ് അവറുകൾ എല്ലാവരും മദ്രസയുടെ നന്മാണെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതുമൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു. എല്ലാ മക്കൾ വളരെ നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളും ഇതൊക്കെ അവർ എഴുതി. ഇന്നലെ മാഷാ അല്ലാഹ് അത് മുഴുവനായിട്ട് ഉസ്താദന്മാരുടെ മഷൂറയിൽ വന്നു. എല്ലാ കുട്ടികൾ നല്ലതെന്ത് പറഞ്ഞു, എന്തെങ്കിലും കുറവുകളുണ്ടോ അല്ലെങ്കിൽ നന്നാക്കാനുണ്ടോ ആ കാര്യങ്ങളും പറഞ്ഞു. അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ നല്ല രീതിയിൽ, വളരെ തുറന്ന രീതിയിൽ മക്കളൊക്കെ അവർ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മദ്രസ ആയിട്ടുള്ള ബന്ധം കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവും. കാരണം കുട്ടികൾ ഇവിടെ പഠിക്കുന്നവരാണ്. കുട്ടികളെ പോലെ മദ്രസ ആയിട്ടുള്ള ബന്ധം നമുക്കും ഉണ്ടാവണം. ഇത് ആദ്യത്തെ ലീവാണ്. നിങ്ങളെ മക്കള് ചിലപ്പോ ഇവിടെ പഠിച്ചവർ കുറച്ചുണ്ടാവും, ഹിഫ്ള് പഠിച്ചവർ. വേറെ മദ്രസകളിൽ ഹിഫ്ള് പഠിച്ച മക്കളുണ്ടാവും, സ്കൂളിൽ പഠിച്ച മക്കളുണ്ടാവും. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മളെ കുട്ടി ഒരു 3 വർഷം 4 വർഷം 5 വർഷം ഓൾറെഡി മദ്രസയുടെ മാഹൂലിൽ ഉണ്ട്. ഹിഫ്ള് പഠിക്കുമ്പോൾ 3-4 വർഷങ്ങൾ എടുക്കും. അപ്പൊ ഇത് 4ാമത്തെ വർഷമായിരിക്കും മദ്രസയിൽ. ചിലപ്പോ മദ്രസ മാറിയിട്ടുണ്ടാവും, ചിലപ്പോ ഇതേ മദ്രസയിൽ കിതാബ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. അപ്പൊ ഇത് അങ്ങോട്ടും പോകുന്നതനുസരിച്ചിട്ട് സാധാരണ കണ്ടുവരുന്നത് നമ്മള് ബന്ധം മദ്രസയായിട്ട് ബലഹീനമാവും. ഇപ്പൊ അൽഹംദുലില്ലാഹ് പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചു. ലീവിന് കൂടിയ സമയമായതുകൊണ്ട് കുറെ പാരന്റ്സ് സമയത്ത് എത്തി. എങ്കിലും പകുതി പാരന്റ്സ് സമയത്ത് എത്തിയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട്, to be on time, to be early is to be on time. നേരത്തെ വരൽ അത് സമയത്ത് എത്തലാണ്. 10:00 മീറ്റിംഗ് ആണെങ്കിൽ നേരത്തെ എപ്പോ വരണം? ഒരു 10:15 എത്തണം. അത് സമയത്ത് വരലാണ്. To be on time is to be late. സമയത്ത് എത്തൽ അത് വൈകിട്ടെത്തലാണ്. And to be late is unacceptable. അതുകൊണ്ട് ഇന്നും പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും.
അത് ഒരു പക്ഷേ ലീവിന്റെ തൊട്ട് മുമ്പ് ആവണമെന്നില്ല, നടക്കായിരിക്കും, പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും, അല്ല വേറെ എന്തെങ്കിലും സമയത്തായിരിക്കും. നമ്മൾ എല്ലാവരും നിയ്യത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഏത് തഖാസക്ക് വേണ്ടി, ഏത് ആവശ്യത്തിന് വേണ്ടി, ഏത് മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ മദ്രസയിൽ വിളിക്കപ്പെടാണെങ്കിൽ കൃത്യസമയം അല്ലെ സമയത്തിന് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് എത്തും. എത്തിട്ട് എന്ത് ചെയ്യണം? നേരത്തെ എത്തിയെങ്കിൽ എന്ത് ചെയ്യാം? നിസ്കരിക്കാം, ളുഹാ നിസ്കരിക്കാം, മുത്തവല്ലി മർഹൂം അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാം. മദ്രസയുടെ ഉസ്താദന്മാർക്ക് നമ്മൾ ദുആ ചെയ്യണം. ഉസ്താദ് പറഞ്ഞല്ലോ, ഉമൂമായിട്ട് ദുആ ചെയ്യുന്നുണ്ടാവും. മദ്രസയിൽ വന്നിട്ട് ഖുസൂസായിട്ട് നമ്മൾ ഉസ്താദന്മാർക്ക് ദുആ ചെയ്യാം, ഖുസൂസായിട്ട് മുത്തവല്ലിമാർക്ക് ദുആ ചെയ്യാം. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ തന്നെ ആക്കിയെടുക്കണം. നമ്മൾ തിരക്കുള്ളവരാണ്, ജോലിയുള്ളവരാണ്, പല ദാവത്തിന്റെ തഖാസ, ദീനിന്റെ തഖാസ, പള്ളികളുടെ തഖാസ, കുടുംബത്തിന്റെ തഖാസ, ജോലിയുടെ തഖാസ, ഇങ്ങനെ ഒരുപാട് ഫിക്റുകൾ ഉള്ളവരാണ്. അപ്പൊ മദ്രസയിൽ വരാൻ വേണ്ടി പറയുന്ന ചുരുങ്ങിയ ദിവസങ്ങളും ചുരുങ്ങിയ സമയത്തിനായിരിക്കും. മദ്രസ പ്രവർത്തിക്കുന്നത് ഒരു വർഷം 10 മാസമാണ്. ഈ 10 മാസത്തിൽ ഒരാഴ്ചക്കൊന്നും നിങ്ങൾ മദ്രസയിൽ വിളിക്കുന്നില്ല. ആകെ വിളിക്കുന്ന എല്ലാം കൂടിയിട്ട് ഒരു 10 മണിക്കൂർ ഉണ്ടാവും മാക്സിമം. പരിപാടികൾ, മീറ്റിംഗ് അതൊക്കെ കൂട്ടിയാൽ. അപ്പൊ ഈ വിളിക്കപ്പെടുന്ന സമയത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ്, 15 മിനിറ്റ് മുമ്പ് നമ്മൾ വരാം. നിസ്കരിക്കുക, ദുആ ചെയ്യുക, സിയാറത്ത് ചെയ്യുക, യാസീൻ ഷരീഫ് ഓതുക, ഈസാൽ സവാബ് ചെയ്യുക. ഇതിന് നമ്മൾ തന്നെ ഇതിന്റെ സാഹചര്യങ്ങളും ഇതിന്റെ ചെയ്യാൻ സ്വന്തമാക്കുമ്പോഴാണ് ഇത് നടക്കുക. ചെയ്യലോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ എത്തണം. അതിന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വിവരം നേരത്തെ അറിയിക്കണം. എന്തെങ്കിലും ഉഴവുണ്ടാവും. ഇപ്പൊ നിങ്ങളടുത്ത് സംസാരം നടക്കുന്ന സമയത്ത് തന്നെ 3-4 ഉസ്താദന്മാർ കൂടിയിട്ട് വിളിച്ചോണ്ടിരിക്കുക. ആരാണ് വിളിക്കുന്നത്? അവരുടെ കുടുംബക്കാരാണ് വിളിക്കുന്നത്. ആരാ വിളിക്കുന്ന? ഇവിടെ പഠിക്കുന്ന, ഇവിടെ ചേർത്ത് രക്ഷിതാക്കള്. എവിടെ എത്തി, എന്തേ വരാത്ത? അപ്പൊ ഒരാൾ പറഞ്ഞത് പുറപ്പെട്ട് വന്നോണ്ടിരിക്കുക, സുഖമില്ല. ഇതല്ല രീതി. എന്തെങ്കിലും പ്രയാസം വരാലോ, ആർക്കും വരാം, അല്ലാഹ് കാക്കട്ടെ. അത് നേരത്തെ അറിയിക്കുക. അദബ് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. സമയത്തിന്റെ പാപതി തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന്. അതേപോലെ തിരിച്ചു വരുന്ന സമയം. ഇപ്പൊ അവര് അൽഹംദുലില്ലാ കുട്ടികളൊക്കെ ഫ്രഷ് ആണ്, ഹാപ്പിയാണ്. ആർക്കും കൂടുതൽ കേൾക്കാനൊന്നും സമയമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ പെട്ടെന്ന് നിർത്താം. അവർക്ക് ഉപദേശങ്ങളും നസീഹത്തുകളൊക്കെ ഒരുപാട് അവർ കേട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോഴും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. തിരിച്ചു വരേണ്ട ഒരു സമയം ഉണ്ടാവും. അത് ഈ ലീവിൽ, എല്ലാ ലീവിലും അരമണിക്കൂർ മുമ്പ് തന്നെ കുട്ടികൾ എത്തും എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മഗ്രിബിന് എത്താനുണ്ടെങ്കിൽ, മഗ്രിബിന് 6:30 എത്താനുണ്ടെങ്കിൽ നമ്മൾ നോക്കും. ഉദാഹരണത്തിന് മലപ്പുറത്ത് നിന്ന് ബസ് കയറിയാൽ 25 മിനിറ്റ് കൊണ്ട് വായപ്പാറപ്പടി എത്തും. വായപ്പാറപ്പടി നിന്ന് ഓട്ടോ കയറിയാൽ ഒരു 7 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. ഒരു 35 മിനിറ്റ്. അപ്പൊ കറക്റ്റ് 6:30 പുറപ്പെടുന്ന, 6:30 എത്താനുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അറിയോ? 6 മണിക്കായിരിക്കും. കാരണം എന്താ? നമ്മളെ കാൽക്കുലേഷൻ 35 മിനിറ്റ് മതി. അപ്പൊ 6 മണിക്ക് ഇറങ്ങിയാൽ മതി. 6 മണിക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഉമ്മ പറയും, അല്ലാഹ് അവൻക്ക് ഈ ഒരു സാധനം വാങ്ങാൻ മറന്നുപോയി. അപ്പൊ എന്താക്കും? ഇപ്പൊ എന്തായാലും വാങ്ങണല്ലോ. അപ്പൊ പെട്ടെന്നൊരു ടൗണിലേക്ക് പോകും. ടൗണിലെത്തുമ്പോ അവിടെ ബ്ലോക്ക്. മഗ്രിബിന്റെ സമയം, മഗ്രിബ് ജമാഅത്ത് വിട്ടാ നിസ്കരിക്കാൻ നമ്മൾ വരൂല. അപ്പൊ ജമാഅത്ത് നിസ്കരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 8 മണിക്ക് എത്തും. നിങ്ങൾ വന്ന് നിങ്ങളെ കുട്ടീനെ വിട്ടിട്ട് തിരിച്ചു പോയി. ഇതെല്ലാം അനുഭവിക്കേണ്ട ആരാ അനുഭവിക്കേണ്ടത്? നമ്മളാണ്. ഉപ്പാണോ? നിങ്ങൾക്ക് തിരിച്ചുപോയി സുഖമായിട്ട് ഉറങ്ങാം. ഈ പാവങ്ങൾക്ക് ഇമ്പോസിഷൻ ഉണ്ടാവും, ചിലപ്പോ ചീത്ത കേൾക്കും. അതിനൊക്കെ കാരണം എന്താ? ആരാ കാരണം? നമ്മളെ കാരണം, അവരല്ല. നമ്മൾ ഈ കറക്റ്റ് നോക്കുന്നത് കൊണ്ടാണ് കാരണം. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം. വാങ്ങാനുള്ള 2 ദിവസം മുമ്പ് തന്നെ അത് വാങ്ങി തീർക്കാം. ബാഗൊക്കെ രാവിലെ പാക്ക് ചെയ്യാം. അല്ല 6 മണിക്കല്ലേ ബാഗ് പാക്ക് ആക്കേണ്ടത്. ബാഗൊക്കെ നേരത്തെ പാക്കാക്കി വെക്കാം.
എന്റെ 6 മണിക്കാണോ നമ്മൾ സമയമാണെങ്കിൽ 5 മണിക്കാണ് നമ്മൾ അവനെ യാത്ര ആക്കുക. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാ സമയത്തും നിങ്ങളത് പറയൂല. നിങ്ങൾ രക്ഷിതാക്കളുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ് ചേർത്തതിന് ശേഷം. ഞാൻ പറഞ്ഞല്ലോ 6.25 വർഷങ്ങൾ ബാക്കിയുണ്ട്. ഏകദേശം 6 × 3 18 20 ലീവുകൾ ചുരുങ്ങി അവർക്ക് ഉണ്ടാവും. ഈ 20 ലീവുകൾ നല്ല രീതിയിൽ ആവണമെങ്കിൽ ഇതെല്ലാ ലീവിൽ നമ്മൾ പാലിച്ചാൽ സുഖമായിട്ട് അവർക്കും സുഖമുണ്ടാവും, നമുക്കും സുഖമുണ്ടാവും, ഉസ്താദുമാർക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു എളുപ്പമാക്കുമാറാവട്ടെ. ഇവര് പഠിക്കുന്നത് ആലിം കോഴ്സാണ്. ഞാൻ രക്ഷിതാവാണെങ്കിൽ എനിക്ക് എന്റെ കുട്ടിയുടെ പഠനത്തിൽ എങ്ങനെ പങ്കാളിയാവാം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും, ചിലപ്പോൾ കച്ചവടക്കാരനായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടാവും. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ 7 വർഷം അവരെന്താ പഠിച്ചത്, എങ്ങനെ പഠിച്ചത്, ആരാ പഠിപ്പിച്ചത്, എന്താ കിതാബ്, ഇതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കരുത് ഇവര് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾക്ക് ഇതില് പങ്കാളികളാവാൻ പറ്റൂല എന്ന്. ഇവർക്ക് 9 പീരീഡാണ് ഉള്ളത് ഒരു ദിവസം. എത്ര പീരീഡ്? 9 പീരീഡാണ് ഉള്ളത്. ഈ 9 പീരീഡിൽ ഒരു വിഷയം ഇവരെ പഠിക്കുന്നത് ഖുർആന്റെ തർജുമാണ്, ഖുർആന്റെ അർത്ഥമാണ്. ഇല്ലേ? എത്ര സൂറത്തുകളുടെ അർത്ഥം പഠിച്ചു? കേട്ടോ? ഉമ്മമാര് കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടോ? എത്ര 1/2 ജുസിന്റെ അർത്ഥം ഇവർ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? 1/2 ജുസിന്റെ അർത്ഥം പഠിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മതിയാക്കലാണോ? 1/2 ജുസിന്റെ അർത്ഥം നമ്മൾ കേൾക്കണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ യാത്ര പുറപ്പെടും, കേൾപ്പിക്കൂലേ? ഏതെങ്കിലും ഒരു സൂറത്ത് പറയാം, എന്നിട്ട് ആ സൂറത്തിന്റെ അർത്ഥം ചോദിക്കുക. അപ്പൊ ഞാനും അതില് എനിക്കും പങ്കാളിത്തമായി. ഇല്ലേ? വളരെ എളുപ്പമാണ്. അതേപോലെ ഹദീസ്, എത്ര ഹദീസ് പഠിച്ചു? തുടങ്ങിയിട്ടില്ല. സാദ് താലിബീൻ എന്ന കിതാബുകൾ പഠിക്കാൻ തുടങ്ങും. അത് തർജുമത്തുൽ ഖുർആന്റെ കൂട്ടത്തിലാണ്. പിന്നെ ഫിഖ് ഉണ്ട്, ഇല്ലേ? അതും പഠിച്ചു വരും. കിതാബു തഹാര പഠിച്ചിട്ടുണ്ടാവും, വുളൂന്റെ ഫർളുകൾ, വുളൂന്റെ സുന്നത്തുകൾ. നിങ്ങളുടെ മുമ്പിലാന്ന് പറയുന്നത്. ഇത് ചോദിക്കണം, ഇത് മുദാക്കറ ചെയ്യണം. പിന്നെന്ത് പഠിച്ചു? ഖസസുൻ നബീൻ പഠിച്ചോ? എന്താ ഖസസുൻ നബീൻ? അമ്പിയാക്കളുടെ സംഭവം. അത് പഠിക്കുന്നത് ഭാഷ പഠിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചുപേര് ആരൊക്കെയാണ് 4 മാസം പോയവരെന്ന് കൈവക്കും? വിദേശം പോയവർ ആരെങ്കിലും ഉണ്ടോ? കുറച്ചൊക്കെ അറബി നമ്മൾക്ക് അറിയില്ലേ? അറബിയിൽ സംസാരിക്കാം, കുറച്ചൊക്കെ അറബി അറിയും. അറബിയിൽ ഇങ്ങോട്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റ് ഉണ്ടാവും, ഗ്ലാസ് ഉണ്ടാവും, സുപ്ര ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, കോഴി ഉണ്ടാവും, മുട്ട ഉണ്ടാവും. നമുക്ക് ചോദിക്കാലോ, മോനെ മുട്ടേനെ അറബിയിൽ എന്ത് പറയും? കോഴിക്ക് എന്ത് പറയും? ദീക്കും ദജാജും രണ്ടും. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി കാണിച്ചു തരാൻ. ഇതെപ്പോഴും ഉണ്ടാവില്ല കേട്ടോ, ഇതിപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്താ പഠിക്കുക നമുക്കറിയണം. അവരിങ്ങനെ ഇപ്പൊ 1-ാം വർഷം തർജുമത്തുൽ ഖുർആൻ ഉണ്ട്. ഈ ഖുർആന്റെ അർത്ഥം പഠിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കപ്പെടാം. 2-ാം വർഷം ഖുർആനിൽ വന്ന അംബിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ കൂടുതൽ ഏത് സൂറത്തിലാണ് ഉള്ളത്, ഏത് സൂറത്തുകളിലാണ് ഉള്ളത്, ആ സൂറത്തുകളാണ് പഠിക്കുന്നത്. 3-ാം വർഷം ഇവർ പഠിച്ച നഹ്വും സർഫ് ഉണ്ടാവും, അറബിക് ഗ്രാമറും അറബി വാക്കുകളുടെ സർഫ്. ഇതായി ബന്ധപ്പെട്ടിട്ട് ഖുർആനിലെ ചില സൂറത്തുകളിൽ ലുഗത്ത്, അറബി ഭാഷ ഭയങ്കര ടഫാണ്. ആ സൂറത്തുകളായിരിക്കും 3-ാം വർഷം പഠിക്കുക. 4-ാം വർഷം ഖുർആനിൽ വന്ന അഹ്കാമുകൾ, ഹുക്കുമുകൾ, നിയമങ്ങൾ, അത് കുറെ ആയത്തുകളുണ്ട്, കുറെ സൂറത്തുകളുണ്ട്. ആ സൂറത്തായിരിക്കും പഠിക്കുക.
അങ്ങനെ തർത്തീബിലാണ് ഖുർആന്റെ പഠനം, ഖുർആന്റെ തർജുമ, ഖുർആന്റെ തഫ്സീർ അൽ ജാമിഉ നജ്മുൽ ഹുദ അൽ ഇസ്ലാമിയിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇതേപോലെ ഹദീസാണ്. അൽഹംദുലില്ലാഹ് ഈ വർഷം എല്ലാ ക്ലാസ്സിൽ ഇത്ര ഹദീസുകൾ കാണാതെ പഠിപ്പിക്കണം എന്ന് ഉസ്താദ് മഷൂറിൽ തീരുമാനിച്ചു. അത് കറക്റ്റ് ഒരു കുട്ടി പഠിച്ചാൽ ഇവിടുന്ന് ഫാരിഗാവുന്ന സമയം, ഇതേത് വർഷം 2025, ഫാരിഗാവുന്ന വർഷം ഏതാ? 2031. ഈ 2031 ആകുമ്പോൾ നമ്മളെ മക്കൾ 1000 ഹദീസുകൾ കാണാതെ പഠിക്കും. എത്ര? 1000 ഹദീസുകൾ കാണാതെ പഠിക്കും. കാരണം ഇവർക്ക് എല്ലാ വർഷം ഹദീസിന് കിതാബുണ്ട്. സാദു താലിബിൻ ആദ്യത്തെ വർഷം, തഹ്ദീബുൽ അഖ്ലാഖ് രണ്ടാമത്തെ വർഷം, റിയാദുസ് സാലിഹീൻ മൂന്നാമത്തെ വർഷം, ബുലൂഗുൽ മറാം നാലാമത്തെ വർഷം, മിഷ്കാത്ത് അഞ്ചാമത്തെ വർഷം, മിഷ്കാത്ത് 6ാമത്തെ വർഷം, 7ാമത്തെ വർഷം ബുഖാരി, തിർമിദി, അബൂ ദാവൂദ് എന്ന ഗ്രന്ഥങ്ങൾ. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ ഇവർ കറക്റ്റ് പഠിച്ചാൽ 1000 ഹദീസുകൾ കാണാതെ പഠിക്കാൻ പറ്റും. ക്ലിയർ ആയി. അതെല്ലാതും പഠിക്കുന്നുണ്ടോ? അതുകൂടാതെ സഹാബാക്കളുടെ ജീവിത ചരിത്രം, അതും ഏകദേശം 250 സഹാബാക്കളുടെ ജീവിത ചരിത്രം പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. തുടക്കമാണ് ഇപ്പൊ. നമ്മ ഇപ്പൊ തന്നെ അവരെന്താ പഠിക്കുന്ന ഓരോരോ കിതാബ് ഉണ്ടാവും, ഓരോരോ കാപ്പി ഉണ്ടാവും എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾക്ക് എളുപ്പമാകും. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇതൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കാണാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, സമയമില്ല, നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ പിന്നെ അവരൊരു ദിശയിലായിരിക്കും, നമ്മൾ വേറെ ദിശയിലായിരിക്കും. അതുകൊണ്ട് സമയം ഇവർക്ക് മാറ്റിവെക്കണം. നിങ്ങൾ ഉമ്മമാർ എന്തായാലും മാറ്റിവെക്കും, ഉപ്പമാർ മാറ്റിവെക്കണം. കുട്ടികൾക്ക് സമയം മാറ്റിവെക്കണം. അവർ ആകെ 8-9 ദിവസം നമ്മളെടുത്തുണ്ടാവും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഈ സാധനം വീട്ടിൽ നിന്ന് പുറത്ത് എറിഞ്ഞിട്ട് ഇരിക്കണം. എന്നിട്ട് ചോദിക്കണം. ഇവർക്ക് ദൗറുണ്ട്. ദൗറ എന്താ? ഹാഫിളീങ്ങളായ കുട്ടികൾക്ക് എല്ലാ ദിവസവും അവർ ഹിഫ്ള് പഠിച്ച ഭാഗം ഓതണം. അതിലും ബലഹീനത ഉണ്ട്. അത് മഷൂറയിൽ വന്നു. ഇവിടുത്തെ ഈ മദ്രസയുടെ ഒരു വലിയ തൗഫീഖ് എന്തെന്ന് വെച്ചാൽ എല്ലാ ആഴ്ച 2 മണിക്കൂർ ഉസ്താദുമാർ മഷൂറ ചെയ്യും. പാഠത്തിന്റെ സമയത്തല്ല. ഇവിടെ 7:15 മുതൽ 4:30 വരെയാണ് പാഠത്തിന്റെ സമയം. അതിനുശേഷം ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചകൾ മഷൂറ നടക്കും. ഇപ്പൊ ഇന്നലെ വരെ മഷൂറ നടന്നു. ഇന്നലെ പ്രധാനമായി, ഇതിന് മുമ്പുള്ള ആഴ്ച പ്രധാനമായി ഇവരുടെ കാര്യമായിരുന്നു മഷൂറ. നമ്മൾ ആഗ്രഹം ഈ 48 കുട്ടികൾ 2031 ഷാബാൻ മാസം സനദ് വാങ്ങുമ്പോൾ ഇവർ 48 പേര് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹം. അല്ലാഹു എളുപ്പമാക്കുമാറാവട്ടെ. അതിന് ഇവരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് ആവശ്യമാണ്, നിങ്ങളുടെ ഭാഗത്തും സപ്പോർട്ട്. ഇതിലുണ്ട് കുറച്ച് കുട്ടികൾ അവിടെ ഇവിടെ നിൽക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്, നമ്മൾക്കറിയും. അവർക്ക് പ്രത്യേകം ഇന്ന് നസിഹത്ത് നടന്നു. സലീം ഉസ്താദ് നസിഹത്ത് നടന്നു. അതെല്ലാതും ഉസ്താദ് നസിഹത്ത് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മഷൂറ കൃത്യമായി നടക്കുന്നത് കൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അവരെ തർബിയത്ത്, അവരെ താലീം, അവരെ തസ്കിയത്ത് കൃത്യമായി എല്ലാ ഉസ്താദന്മാരുടെ മുമ്പിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് സ്കൂളിന്റെ പഠനമുണ്ട്. സ്കൂളിന്റെ പഠനം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു. അവർക്ക് NAOSന്റെ മാത്സും സയൻസും ഉൾപ്പെടെ അത് എത്ര പറഞ്ഞാലും രക്ഷിതാക്കൾക്ക്, ചില രക്ഷിതാക്കൾ മനസ്സിലാവില്ല. ഇപ്പൊ ഇവിടുന്ന് പഠിച്ചൊരു ഒരു കുട്ടിയുടെ ഉപ്പ കിതാബിൽ ചേർത്തിട്ടില്ല, കൊണ്ടുപോയി. സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട്. ഈ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി അല്ല, സർട്ടിഫിക്കറ്റ് അല്ല. സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഭാഷ, അതേപോലെ ഇങ്ങനത്തെ ഇൽമുകൾ, ഫന്നുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള സലാഹിയത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ്. എങ്കിലും ഭാവിയിൽ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് മാസ്റ്റേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ PhD ചെയ്യണം. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പഠിക്കുന്ന എല്ലാ സ്കൂളിന്റെ കോഴ്സുകൾ പക്ക സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇവർ പഠിക്കുന്ന NAOSന്റെ 10th അത് സ്റ്റേറ്റ് സിലബസിന്റെ അതേ സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ പ്രശ്നം വരുന്നത് എവിടെന്ന് വെച്ചാൽ NAOS എടുത്തിട്ട് മാത്സും സയൻസ് എടുത്തിട്ടില്ല എങ്കിലാണ് സ്റ്റേറ്റ് സിലബസിന്റെ ഇക്വലൻസി കിട്ടാത്തത്. ഇവർ മാത്സും സയൻസും പഠിക്കും ചെയ്യും, അത് ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഉസ്താദന്മാരെ വെക്കണമെങ്കിൽ, പഠിപ്പിക്കുന്നവരെ വെക്കണമെങ്കിൽ ഫ്രീക്കാർ പഠിപ്പിക്കില്ലല്ലോ.
പഠിപ്പിക്കോ? NAVS പഠിക്കാൻ വേണ്ടി നിങ്ങൾ പുറത്ത് ചോദിച്ചാൽ മതി റേറ്റ് എത്രയാണ്. NAVS പഠിക്കാൻ, മാത്സ് സയൻസ് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പഠിക്കണമെങ്കിൽ അതിന്റെ ഫീസ് എത്രയെന്ന് പുറത്ത് അന്വേഷിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്കറിയും. അപ്പൊ ഇത് മാത്സും സയൻസും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് അവർ സ്മാർട്ടായിട്ട് അവർക്ക് ദീനിന്റെ ദാവത്തും ദീനിന്റെ തബ്ലീഗും ദീനിന്റെ താലീമും ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനാണ്. പക്ഷെ അവർക്ക് ഇതിന് ഇക്വലൻസി കിട്ടും. അതേപോലെ 12th അവർക്ക് ഇംഗ്ലീഷ് മീഡിയമിൽ തന്നെ, പക്ഷെ NAVS ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, അതും ഇക്വലൻസി കിട്ടും. അതിനുശേഷം ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അഫ്ദുൽ ഉലമാന്റെ ഡിഗ്രിയാണ്. ആ ഡിഗ്രി ഇപ്പം വേറൊരു കോളേജിന്റെ സപ്പോർട്ടും കോപ്പറേഷൻ ഉള്ളതുകൊണ്ട് അതും റെഗുലറായിട്ട് നടക്കുന്നത്. റെഗുലർ എന്ന് വെച്ചാൽ പോയി പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെയാണ്. ആരും ഇവിടുന്ന് പോകുന്നില്ല. ആ സൗകര്യം ഇപ്പൊ ഉള്ളത് കൊണ്ട് അതുണ്ട്. അത് നിന്ന് പോയാൽ ചിലപ്പോൾ നിന്ന് പോകും, ഓപ്പൺ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ സ്കൂളിന്റെ പഠനം മഷൂർ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ലക്ഷ്യം വെക്കുന്ന നല്ല ഭാഷയാണ്. അതുകൊണ്ട് ഇവർക്കറിയും, ഇവർക്ക് എല്ലാ ദിവസം പ്രയർ ഉണ്ട്. അതിപ്പോ ഇവര് ചെയ്യുന്നില്ല, മുതിർന്ന കുട്ടികളാണ് ചെയ്യുന്നത്. ഒരാഴ്ച മലയാളത്തിലാണ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഖുർആൻ തിലാവത്ത് ചെയ്യണം, ഹദീസ് പറയണം, എന്തെങ്കിലും ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം പറയണം. ഒരാഴ്ച മലയാളത്തിൽ പറയണം, ഒരാഴ്ച അറബിയിൽ പറയണം, ഒരാഴ്ച ഉറുദുവിൽ പറയണം, ഒരാഴ്ച ഇംഗ്ലീഷിൽ പറയണം. അതുകൂടാതെ ഇശാക്ക് ശേഷം താലീമിന് ശേഷം ഇവിടെ ഹദീസ് പറയും മുതിർന്ന കുട്ടികൾ. അതും ഇതേപോലെ ഭാഷകളിലാണ്. ഭാഷ നന്നാവാൻ വേണ്ടി സമാജമുണ്ട്. മലയാളം സമാജമുണ്ട്, ഉറുദു സമാജമുണ്ട്, അറബി സമാജമുണ്ട്. പിന്നെ സെമിനാറുകൾ ഇവർക്ക് നടന്നിട്ടുണ്ട്. ഇത്ര ആക്ടിവിറ്റീസ് നടത്തുന്നത് നമ്മളെ കുട്ടികളുടെ സലാഹിയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉയരാൻ വേണ്ടിയാണ്. അതിനുള്ള ഉസ്താദന്മാർക്ക് നമ്മൾക്കുണ്ട്. അൽഹംദുലില്ലാഹ് 10 ഉസ്താദന്മാർ മുഫ്തിമാരാണ്. അത്ര തന്നെ ഉസ്താദന്മാർ സാല് പോയവരാണ്. കുറെ ഉസ്താദന്മാർ തഫ്സീറിൽ തഖസ്സുസ് ചെയ്തവരുണ്ട്, കുറെ ഉസ്താദന്മാർ ഹദീസിൽ തഖസ്സുസ് ചെയ്തവരുണ്ട്, കുറെ ഉസ്താദ് ലുഗത്ത് അദബ് അറബി ഭാഷയിൽ തഖസ്സുസ് ചെയ്തവരുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കുട്ടികളാക്കി നമുക്കൊരു കൃത്യമായ ഒരു ബോധം വേണം. അന്നേലേ നമ്മൾക്കതിനെ വിലമതിക്കാൻ പറ്റും. പിന്നെ വീട്ടിൽ പോയതിനു ശേഷം എല്ലാ ലീവിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് ഒരു കുട്ടി പുറപ്പെട്ടാൽ നേരെ എത്തേണ്ടത് സ്വന്തം വീട്ടിലേക്കാണ്. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അള്ളാനെ വിചാരിച്ച് ഞാൻ കാല് പിടിക്കാം. ഇവിടുന്ന് ഒരു കുട്ടി ഇറങ്ങിയാൽ ആ കുട്ടി പോകേണ്ടത് സ്വന്തം വീട്ടിലേക്കാണ്. ഒരു ഉസ്താദിന്റെ വീട്ടിൽ പോകാൻ പാടില്ല, വേറൊരു കുട്ടികളെ വീട്ടിൽ പോകാൻ പാടില്ല. വീട്ടിൽ പോയതിനു ശേഷം ഒരുമിച്ചിൽ ടൂർ ഇല്ല, റീൽസ് ഇല്ല, വേറെ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി മദ്രസയിൽ അനുവദിക്കൂല. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. വളരെ കർശനാണ് മദ്രസക്ക് ഈ കാര്യത്തിൽ. ഒരു ഗ്രൂപ്പ് സംഗതികൾ ലീവിന്റെ സമയത്തില്ല, മറ്റാള് വീട്ടിൽ പോയിട്ട് താമസിക്കലില്ല. ഉപ്പമാരത്തെ പറയുന്നത് ഞാൻ അപകടമാണ്. സ്വന്തം 12-13 വർഷം ഹോസ്റ്റലിൽ പഠിച്ച ആളാണ്. അതിനുശേഷം 18 വർഷം ഇപ്പൊ ഈ ഹോസ്റ്റൽ നോക്കുന്നുണ്ട്, പെൺകുട്ടികൾ ഹോസ്റ്റൽ നോക്കുന്നുണ്ട്. 30 വർഷം ഹോസ്റ്റൽ കാണുന്നു. അപകടമാണ്. ഇതെല്ലാ ലീവിൽ പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല, കാരണം അടുത്ത ലീവിന്റെ മുമ്പ് മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറയുന്നത് 6.25 വർഷം നിങ്ങൾ ഓർത്ത് വെക്കണം. ലീവിന്റെ സമയത്ത് ഇവിടുന്ന് പുറപ്പെട്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തിയ ശേഷം വേറെ വീട്ടിൽ പോയി താമസിക്കാം. ഫ്രണ്ട്സിന്റെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരുമിച്ച് പോവാ. ഇതൊന്നും പാടില്ലാത്ത, അത് പരസ്പരം ഒരു ധാരണ ഉണ്ടെങ്കിൽ നടക്കും. കുട്ടികൾ പലതും പറയും. ഉസ്താദ് വിളിച്ച് ഉസ്താദ് വരാൻ വേണ്ടി പറയും. ഉസ്താദ്മാരുടെ പേരിൽ പലതും പറയും, മദ്രസിന്റെ പേരിൽ പലതും പറയും. കുട്ടികളാണ്, നമ്മളതിൽ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാർ. കുഴപ്പമില്ല, വലിയ ദായിയാണ്, അവിടെ ഭയങ്കര താലീമുണ്ട്, അവിടെ തഹജ്ജുദ് ഉണ്ട്. എത്ര തഹജ്ജുദ് ഉണ്ടെങ്കിലും എത്ര താലീമുണ്ടെങ്കിലും എത്ര വലിയ ദായിയാണെങ്കിലും പാടില്ല. വേറെ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ല. നമ്മൾ ഉപ്പാക്ക്, എന്റെ ഉപ്പാക്ക് സ്വന്തം കുടുംബക്കാരെ വീട്ടിൽ, സ്വന്തം മൂത്താപ്പാന്റെ വീട്ടിൽ, അളപ്പാന്റെ വീട്ടിൽ അയക്കൂല.
പിന്നല്ലേ ഫ്രണ്ട്സിന്റെ വീട്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ മാഷാ അല്ലാഹ് ഇവർക്ക് നമ്മള് തിരിച്ചു വന്നതിന് ശേഷം ഒരു ടൂർ പ്ലാൻ ആക്കുന്നുണ്ട്. പോണ്ടേ? ഇതൊരു ആവശ്യമില്ലാത്ത 2 സ്ഥലങ്ങളാണ് മഷൂറയിൽ വന്നത്. ഇപ്പൊ 2 സ്ഥലങ്ങൾ രക്ഷിതാക്കളുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്നാണ് ഉസ്താദ്മാർ അഭിപ്രായപ്പെട്ടത്. ഒന്ന് വളാഞ്ചേരിയാണ്. വളാഞ്ചേരി ആകുമ്പോ പൈസ കുറയും. ഉസ്താദ് പൈസ കുറയും. വാട്ടർ തീം പാർക്ക് 950 രൂപ ആണ് ഒരു കുട്ടിക്ക് വരാം, ഒരു ഫുൾ ഡേ. രാവിലെ പോയിട്ട് രാത്രി എത്തും. എല്ലാം രാവിലത്തെ രാത്രി ഭക്ഷണമൊക്കെ ഉൾപ്പെടെ. പക്ഷെ മദ്രസക്ക് എളുപ്പമാണ്. രാവിലെ ഇവിടുന്ന് പോവാ, ഏശാകുമ്പത്തേക്ക് തിരിച്ചെത്തും. രണ്ടാമത്തത് മലമ്പുഴയാണ്. അത് ഏകദേശം 1500 രൂപ. പാലക്കാടാണ്. ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. അവിടെ രാവിലെ പോയിട്ട് ഫോർട്ട് ഉണ്ട്. ഫോർട്ട് സന്ദർശിച്ചതിന് ശേഷം ഫാന്റസി പാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് ഡാമിൽ പോവാം. ഡാമിന് ശേഷം തിരിച്ചു വരാം. അത് 1500 രൂപ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഉചിതമായി തോന്നി നിങ്ങൾക്ക് പറയാം. വളാഞ്ചേരി വേണോ? കുട്ടികൾക്ക് അഭിപ്രായം പാലക്കാട്. എന്താക്കണോ? പാലക്കാട് ആക്കണോ വളാഞ്ചേരി ആക്കണോ? കുട്ടികളെ അഭിപ്രായം പോലെ ആക്കാം. എവിടെ പോണം? 48 പേര് വന്നെങ്കിലേ പോവും. അങ്ങനെയുണ്ട്. അതൊരു കണ്ടീഷനാണ്. 48 പേര് തിരിച്ചു വരണം. എന്തേ? 48 പേര് തിരിച്ചു വന്നാൽ പോവും. അതുകൊണ്ട് ആരെങ്കിലും വരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഫിക്കർ ചെയ്യാം. അവിടെ വിളിച്ച് അവിടുത്തെ സാധ്യമാരെ വിളിച്ച് മുലാഖാത്തിലാക്കി അവരെ മുലാഖാത്ത് ചെയ്യിപ്പിച്ചിട്ട് ഫിക്കറാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താ ഇൻഷാ അല്ലാഹ്. അപ്പൊ മലമ്പുഴനെ ആക്കിയ ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പമാക്കുമാറാവട്ടെ. പിന്നെ നമ്മളെ ഇവിടെ പറയപ്പെട്ടതുപോലെ ഫീസിന്റെ കാര്യങ്ങള് അത് കൃത്യമായി അടുക്കുക. മക്കളെ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും വലിയ സദഖ, ഏറ്റവും അഫ്ദലായ നഫഖ ഈ മാർഗത്തിൽ ചെലവാക്കുന്നതാണ്. 4 മാസം ജമാഅത്ത് ഫീസ് എടുക്കൂല. അല്ലെങ്കിൽ ഭയങ്കര സൽക്കാരം കല്യാണം നടത്തും, ഫീസ് എടുക്കൂല. പള്ളിക്ക് ഡൊണേഷൻ കൊടുക്കും, ഫീസ് എടുക്കൂല. സ്വന്തം ആവശ്യങ്ങൾക്ക് ശേഷം, ഞാൻ പറയുന്നത് മനസ്സിലാവും, സ്വന്തം ആവശ്യങ്ങൾക്ക് ശേഷം, അതായത് വീട്ടിലത്തെ ഭക്ഷണം, വസ്ത്രം, പിന്നെ വീട് നടക്കാൻ വേണ്ടിയുള്ള ചെലവിന് ശേഷം ഏറ്റവും അഫ്ദലായ മാർഗം സമ്പത്ത് ചെലവാക്കാൻ അത് മക്കൾ ഫീസ് അടക്കലാണ്. മക്കൾ ഫീസ് അടിച്ചെങ്കിലും അടിച്ചിട്ടില്ലെങ്കിലും മദ്രസ നടക്കും, ഇല്ലേ? ഇപ്പൊ അൽഹംദുലില്ലാ 40 വർഷങ്ങളായി മദ്രസ. അങ്ങനത്തെ ഒരു കുറവ് വന്നിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹം. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാ? അപ്പൊ കറക്റ്റ് സമയത്ത് എത്തും. എപ്പം? ഫീസ് അടിച്ചാൽ വേദന ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താണോ നമുക്ക് പറ്റുന്നത് അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എത്രയാണോ പറ്റുന്നത് അതിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം. എന്നിട്ട് അത് ഫസ്റ്റ് അത് ചെയ്യാം. ബാക്കിയെല്ലാം ദാവത്തിന്റെ ആണെങ്കിലും ബാക്കി ഏത് അമലാണെങ്കിലും, സൽക്കാരമാണെങ്കിലും കല്യാണമാണെങ്കിലും ടൂറാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് സെക്കൻഡാണ്. ഫസ്റ്റ് ഇതാണ്. കാരണം ഇവിടുന്ന് പഠിച്ചു പോയാൽ പിന്നെ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. കൂലിയിലും ഇതിനാണ് ശ്രേഷ്ഠത. നമ്മളെ മദ്രസയായിട്ട് ബന്ധം വരാനും ഇതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയപ്പെട്ടതുപോലെ കൃത്യമായി തിരിച്ച് മക്കൾ അയക്കുന്ന സമയത്ത് ഈ ടൂറിന്റെ പൈസ കൂടി അവരെ കയ്യിൽ കൊടുക്കുക. ടൂർ ഇൻഷാ അല്ലാഹ് വന്നതിന് ശേഷം തീരുമാനിക്കും എപ്പോഴാണ് പോകേണ്ടത്, ആരാണ് പോകേണ്ടതൊക്കെ. അത് ഖൈറ രീതിയിലാവാൻ വേണ്ടി ദുആ ചെയ്യാം. രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് ഉണ്ട്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതുണ്ടെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. നല്ലതും പറയാം, കുറവും പറയാം, കുഴപ്പമില്ല. കുട്ടികൾ കുറവുകളൊക്കെ എഴുതിയിട്ടുണ്ട്.
കുഴപ്പമില്ല, അത് നമ്മള് സ്ഥാപനമല്ലേ, കുടുംബം പോലെയാണ്, വീട് പോലെയാണ്. വീട് എപ്പോഴും 100% ഉണ്ടാവില്ല. അതിങ്ങനെ മഷൂറ ചെയ്യും, നന്നാക്കും, മഷൂറ ചെയ്യും, നന്നാക്കും. പക്ഷെ ഗഫലത്തിലാവൂല. കുട്ടികൾ എങ്ങനെങ്കിലും അവരുടെ സമയം ചെലവാവട്ടെ എന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ഈ മദ്രസയിൽ സംഭവിക്കും ഇൻഷാ അല്ലാഹ്. എപ്പോഴുണ്ടോ അത് കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഏൽപ്പിക്കാം. കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അത് ലീവിന് ശേഷം കുട്ടികളുടെ കയ്യിൽ ഏൽപ്പിക്കാം. 14 വയസ്സ് പൂർത്തിയായവർ ഇല്ലാത്തവരുണ്ടോ? 10 കഴിഞ്ഞവർക്ക് ഇപ്പൊ ബാക്കി കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുക. രജിസ്ട്രേഷനൊക്കെ സമയത്ത് നടന്നിട്ടില്ല എങ്കിൽ പിന്നെ പ്രയാസമാവും, ഫൈന് വരും, നമുക്ക് തന്നെ ഭാരവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മളത് ചെയ്യാം. പെരുമ്പായ്മ നേരത്തെ ഇറങ്ങണം. മദ്രസ ടൂർ അതോ അങ്ങനെ അത് നോക്കാം. ആ സമയത്ത് നോക്കിയിട്ട് ചെയ്യും. കുട്ടികൾക്ക് മഴയാണ് ഇഷ്ടം. بدعاء إن شاء الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا. اللهم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وأقدام طلابنا وانصرنا على القوم الكافرين. إليك ربنا فحببنا وفي أنفسنا لك فذللنا وفي أعين الناس فعظمنا وعلى صالح الأعمال فثبتنا وعن سيء الأخلاق فجنبنا. اللهم بارك لنا في أسماعنا وأبصارنا وبارك لنا في أولادنا وذرياتنا. اللهم جنبنا وجنب أولادنا وذرياتنا وطلابنا من الفواحش ما ظهر منها وما بطن يا ذا الجلال والإكرام. اللهم خذ بنواصينا ونواصي طلابنا إلى البر والتقوى ووفقنا وإياهم لما تحبه وترضى يا ذا الجلال والإكرام. اللهم أعذنا من شرور نفوسنا. اللهم أعذنا من شرور نفوسنا ومن سيئات أعمالنا يا رب العالمين. اللهم بارك لنا في هذه العشر. اللهم بارك لنا في هذه العشر. اللهم بارك لنا في هذه العشر. اللهم اجعلها مقبولة مبرورة على أمة محمد صلى الله عليه وسلم. اللهم تقبل حج الحجاج. اللهم تقبل حجهم وعمرتهم وزيارتهم وأعمالهم. اللهم اجعلها مقبولة مبرورة وسعيا مشكورا وذنبا مغفورا وتجارة لن تبور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم وبارك على نبينا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.